ഇനി നമുക്ക് 18ന്റെ തത്വം എന്താണ്, വൈദിക പഴമ എന്താണ് എന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ പൂർവികന്മാർ, പൂർവസൂരികൾ ഒരിക്കൽ പോലും ഒരു ശാസ്ത്രീയ തത്വമില്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ശാസ്ത്രീയ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. നാം ശാസ്ത്രത്തെക്കുറിച്ച് തികച്ചും ബോധവാന്മാരായിരിക്കും. നാം ചെയ്യുന്ന ഓരോന്നും എന്തിനാണ് എന്നതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാവണം. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്തിനാണ്. 18 പടികൾ എന്തിൻ്റെ ചിഹ്നമാണ്? 18 എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങൾ 18ആണ്, ഉപപുരാണങ്ങൾ 18ആണ്, ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണ്. ഇങ്ങനെ 18ന് വളരെ വലിയ പ്രാധാന്യം നമ്മുടെ ഋഷിമാർ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. എന്താണ് 18 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് 19 ആവാത്തത്? എന്തുകൊണ്ട് 17 ആവുന്നില്ല? എന്തുകൊണ്ട് 18 ആയി? നാം നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കണം. ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുകയും വേണം. ശാസ്ത്രയുക്തമാണ് ഇത് എന്ന് നാം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ നാം കണ്ടെത്തിയാൽ 18ന് എന്തെല്ലാം പ്രാധാന്യമുണ്ട്? വേദങ്ങൾ 4ആണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം 4. നമുക്ക് 6 ദർശനങ്ങളുണ്ട്. സാഖ്യം, വൈശേഷികം, യോഗം, ന്യായം, മീമാംസ, വേദാന്തം. 6 അംഗങ്ങൾ ഉണ്ട്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. അങ്ങനെ കണക്ക് കൂട്ടിയാൽ 6ഉം 6ഉം 12ഉം 4ഉം 16ആയി. 2 പ്രധാനപ്പെട്ട കൃതികൾ പഠിക്കണം, രാമായണവും മഹാഭാരതവും. 18ആയി. 18 പടികൾ. ഈ 18 എണ്ണവും തീർച്ചയായും നിങ്ങൾ പഠിക്കണം എന്ന് ഉറപ്പിച്ചു പറയുന്നു. നമ്മളെല്ലാവരും ഇത് പഠിച്ചിരിക്കണം. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദങ്ങൾ പഠിക്കണം. സാഖ്യ, വൈശേഷിക, യോഗ, ന്യായ, മീമാംസ, വേദാന്താദികൾ പഠിക്കണം. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിവ പഠിക്കണം. രാമായണവും മഹാഭാരതവും പഠിക്കണം. എല്ലാവരെയും അവബോധത്തോടുകൂടി പഠിപ്പിക്കണം. എന്താണ് സത്യം എന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. അത് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതാണ് ഈ പറയുന്ന 18 പടികളുടെ ഒരർത്ഥം. ഇനി ഒരർത്ഥം എന്താണ്? മറ്റൊരർത്ഥം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആ അർത്ഥം വളരെ രസകരമായ ഒരർത്ഥമാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ 6 ചക്രങ്ങളുണ്ട്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ എന്നാണ് ഒരു പാട്ട്. 6 പടികൾ എന്ന് പറയും. 6ന്റെ 3 ഗുണിതങ്ങളാണ് 18. ആദിദൈവികവും ആധ്യാത്മികവും ആദിഭൗതികവുമായ തലത്തിൽ, 3 തലത്തിൽ 6 ചക്രങ്ങളെ സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയണം. 6 ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ 6 ചക്രങ്ങൾ. അവസാനത്തെ 7ാമത്തെ ചക്രമാണ് സഹസ്രാരം എന്ന് പറയുന്നത്. പടി 6ഉം കടന്ന് അവിടെ ചെല്ലുമ്പോഴാണ് പരമേശ്വരനെ കാണുക. സഹസ്രാരത്തിൽ ഇരിക്കുന്ന പരമേശ്വരനെ കാണുന്നത് പടി 6ഉം കടന്നു ചെന്നത്. ആ പടി 6ഉം കടന്ന് മുന്നോട്ട് ചെല്ലുന്ന സമയത്ത് ഇവിടെ 18 പടികളായി മാറുമ്പോൾ അതിനർത്ഥം 3 ആദിഭൗതികവും ആധ്യാത്മികവും ആദിദൈവികവുമായ അർത്ഥത്തിൽ നാം ഈ 6 ചക്രങ്ങളെയും സാക്ഷാത്കരിക്കണം എന്നുകൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള 18 തത്വങ്ങളുടെ സാക്ഷാത്കാരം കൂടിയാണ് 18 പടികൾ എന്ന് കാണാം. അങ്ങനെ ഭൗതിക വിജ്ഞാനത്തിന്റെ ലോകത്ത് 18 ശാസ്ത്രങ്ങളും 18 തത്വങ്ങളുടെ ശാരീരിക ശാസ്ത്രവും അഭ്യസിച്ചുകൊണ്ട് ഒരു അയ്യപ്പൻ സ്വന്തം നിലയിൽ സാധകനായി വളരണം എന്ന സന്ദേശമാണ് 18ന്റെ പ്രാധാന്യം.